വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ, കുമാരപുരം. വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമുക്ക് കർത്താവ് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് കർത്താവ് എന്നോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. സ്വപ്നങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുമെന്ന് നമുക്ക് പല അനുഭവങ്ങളിൽ നിന്ന് അറിയാം. ദൈവജനത്തിൽ കർത്താവ് സംസാരിച്ചത് നമുക്കറിയാം. എന്നാൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മളത് കർത്താവ് എന്നോട് സംസാരിക്കുന്നുവെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വാക്കുകളായിട്ട് ഒരിക്കലും നമ്മൾ സ്വപ്നത്തെ കാണാറില്ല. എന്നാൽ സ്വപ്നത്തിലൂടെ അവൻ ചില ദൈവിക ഉദ്ദേശത്തെ, എന്നെക്കുറിച്ചുള്ള ഉദ്ദേശത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ എന്നോട് വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ആമീൻ. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും അത് വാല്യുബിളാണ്. ആമീൻ. അതിൽ വലിയൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട്. ആമീൻ. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ ദൈവശബ്ദത്തെ അതിന് വിലയുള്ളതായി കണ്ടാട്ടെ. ഓരോ സ്വപ്നങ്ങളും ആമീൻ അത് കർത്താവിൽ നിന്നുള്ളതാണെന്ന് ഗ്രഹിച്ചിട്ട് ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞാട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ ദൈവസന്നിധിയിലെ 2 അനുഗ്രഹത്തിനുള്ള സ്റ്റെപ്പുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് റെവറൻഷ്യൽ ഫിയർ ആണ്, ബഹുമാനമുള്ള ഭയം. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയത് എന്താ? അതിനോടൊപ്പം ഉണ്ടാകുന്ന വാസ്തവത്തിലെ ആരാധന. രണ്ടും ഒരേപോലെ എവിടെ ഉയരുന്നു അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. റെവറൻഷ്യൽ ഫിയറും അതോടൊപ്പം തന്നെ കർത്താവിനെ മഹത്വീകരിക്കുകയും ചെയ്യുന്ന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇനി ഞാൻ പറയട്ടെ, ഇന്ന് പകലെ ഒരു അസാധാരണമായ ഒരു ഇമ്പാർട്ടേഷൻ നടക്കാൻ പോവാം. നിങ്ങൾ എത്ര പേർ റെഡിയാണെന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൽ എന്നെ കാണുന്ന ആളുകൾ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്ന ആളുകൾ, ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ അസാധാരണമായൊരു പകർച്ചയുണ്ടാകുമെന്ന് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോംഡ് ആകാൻ പോകുകയാണ്. എനിക്ക് തോന്നിയ വലിയ കാര്യം, ഞാൻ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് ദുബായിൽ ഈ വിഷയം പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച രാവിലെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ മുമ്പ് ഏകദേശം 2-3 ആളുകൾ എന്നെ വിളിച്ചു. അവരാരും സ്വപ്നം കാണാത്ത ആളുകളാണ്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അക്യുറേറ്റ് ആയ സ്വപ്നങ്ങൾ കണ്ടു. Hallelujah. So it is so wonderful, you know. So ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മുകളിലും ആ അസാധാരണമായ ഒരു പകർച്ച ഉണ്ടാകാൻ പോകുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ വിഷൻ മാറാൻ പോകുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ദർശനങ്ങൾ മാറാൻ പോകുന്നു. അടുത്ത പടിയിലേക്ക് നിങ്ങളുടെ വിഷൻ മാറാൻ പോകുന്നു. അടുത്ത പടിയിലേക്ക് നിങ്ങളുടെ ദർശനം മാറാൻ പോകുന്നു. അസാധാരണമായത് ചിലത് നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ ആരാധിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. നമ്മൾ കഴിഞ്ഞ 2020 മുതൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ വേർതിരിക്കുന്നു. ആ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ കാണുന്ന 2 പ്രത്യേകതകളിൽ ഒന്ന്, ആ വ്യക്തികളിൽ
ദൈവവുമായി ഇന്റിമസി ഉണ്ടാകുന്നു, അടുപ്പം വർദ്ധിക്കുന്നു. അവരും ദൈവമുള്ള അടുപ്പം ഉണ്ടാകുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകള് ദൈവവുമായി ക്ലോസ് ആയ അടുപ്പത്തിലേക്ക് വളരുന്ന ആളുകളാണ്. ഒന്ന് രണ്ട് പേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, നിങ്ങളും ദൈവം നമ്മളെ അടുപ്പം വർദ്ധിക്കുന്നു, സ്നേഹം വർദ്ധിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു, ആരാധിക്കണമെന്ന് തോന്നുന്നു, കർത്താവിൽ നിന്ന് പുതിയത് അനുഭവിക്കണം തോന്നുന്നു, ദർശനങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നു. അത് അടുത്ത ലെവൽ ഓഫ് ഇംപാർട്ടേഷന്റെ രഹസ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം എഴുന്നേൽക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം എഴുന്നേൽക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സീസണാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം എഴുന്നേൽക്കുന്നുവെങ്കിൽ ദൈവം എന്തോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ് അർത്ഥം. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങളെ കാണുമ്പോഴേ പറയാറുള്ളത് ഇന്നലെ രാത്രി എന്തൊക്കെയോ കണ്ടു കിടന്നു, അങ്ങനെയല്ലേ പറയുന്നേ? നിങ്ങളൊന്നും വേണ്ടാതെ ഇന്നലെ രാത്രി എന്തൊക്കെയോ കിടന്ന് കണ്ടു, ഞാൻ ആർക്കറിയാം എന്തൊക്കെയാണ്. അങ്ങനെയല്ലേ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാ പറയുന്നേ? ആണെന്നോ അല്ലെന്നോ? ആ സ്വപ്നങ്ങൾ കണ്ടത് ആ രാത്രിയിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുത്ത് നിങ്ങൾക്ക് എഴുതുന്ന നമ്മുടെ ഡയറിക്കകത്ത് എഴുതി വെക്കുകയോ നിങ്ങൾ കണ്ട വിഷനുകൾ എഴുതി വെക്കുകയോ ചെയ്ത എത്ര പേര് ഇതിനകത്തുണ്ട്? കൈവെക്കാൻ പറഞ്ഞ കുറച്ച് പേരൊക്കെ കൈവെക്കും, പക്ഷെ സത്യസന്ധമല്ല അതിനകത്ത്. സാധാരണഗതിയിൽ നമ്മൾ സ്വപ്നങ്ങളെ വലുതായി കാണാറില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മെലിഞ്ഞ പശുക്കൾ വണ്ണമുള്ള പശുക്കളെ വിഴുങ്ങുന്ന സ്വപ്നം കണ്ട ഫറവോൻ ആ സ്വപ്നത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ആ സ്വപ്ന നിമിത്തം ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ മുഴുവൻ അത് സ്വാധീനിച്ചുവെങ്കിൽ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ചുണയായിട്ട് കൈയടിച്ച ഒരു ആമീൻ പറഞ്ഞേ. ചില ആളുകൾ പറയും, ബ്രദറെ ഞാൻ ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു. അതിലെന്താ കുഴപ്പമുള്ളേ? അടുത്തിരിക്കുന്നോട് ചോദിച്ചു, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഭയപ്പെടുന്ന സ്വപ്നം കണ്ടല്ലേ നിങ്ങൾ? ഫറവോന്റെ ഉള്ളിൽ ഭയപ്പെടുന്ന സ്വപ്നമാണ്ടേ, പക്ഷേ ആ ഭയപ്പെടുത്തുന്ന സ്വപ്നം തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ദൈവിക സന്ദർശനമായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ദൈവമക്കൾ കാണുന്ന ഭയപ്പെടുത്തുന്നതോ സന്തോഷപ്പെടുത്തുന്നതോ ആയ ഏത് സ്വപ്നവും ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ചും കൂടെ അടുത്തൊരു സ്റ്റെപ്പ് വാചകം പറയട്ടെ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ദൈവമല്ലാതെ നിങ്ങൾക്കൊരു സ്വപ്നം തരാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചു. ശ്രദ്ധിക്കൂ. അടുത്തിരിക്കുന്ന ആളെ ചെവി തൊട്ടിട്ട് പറഞ്ഞ് ശ്രദ്ധിക്കൂ. വേദപുസ്തകം മുഴുവൻ പറയുന്നത് പിശാച് ആർക്കെങ്കിലും സ്വപ്നം കൊടുത്തതായി വേദപുസ്തകത്തിൽ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. പിശാച് ഇതുവരെ ഒരാൾക്ക് സ്വപ്നം കൊടുത്തതായി വേദപുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ കണ്ടതും നിരാശപ്പെടുന്ന സ്വപ്നം, വ്യത്യസ്തമായ സ്വപ്നങ്ങൾ അനേകർ കണ്ടു. പക്ഷേ അതാരും ഇതുവരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ദൈവം കൊടുത്തു എന്നാണ്. കാരണം വേദപുസ്തകം പറയുന്നത്, യോബിന്റെ പുസ്തകം 33-15 വാക്യങ്ങൾ, രാത്രിയിൽ അവൻ തന്റെ ഹൃദയത്തെ തുറക്കുന്നു. ആരുടെയാ? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ തുറന്ന് അവൻ നമ്മളോട് സംസാരിക്കുന്നു എന്നാ പറയുന്നേ. ഒരാളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് മുഖത്ത് നോക്കി പറഞ്ഞേ, പകല് നിന്നെ കിട്ടാത്തത് കൊണ്ട്, പകല് നിന്നോട് സംസാരിക്കാൻ പാടുള്ളത് കൊണ്ട്, നീ പ്രാർത്ഥിക്കാൻ ഇരിക്കാത്തത് കൊണ്ട്, വിഷൻ തരാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് രാത്രിയിൽ വന്ന് സംസാരിക്കുന്നതാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ നമ്മൾ ഗൗരവമായി കാണാറില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ഒരു സ്വപ്നമാണ് ഈജിപ്റ്റ് എന്ന രാജ്യത്തെ ലോകരാജ്യത്തിന് മുന്നോട്ട് പ്രസന്റ് ചെയ്തത്. ഈജിപ്തിനെ ലോകരാജ്യത്തിന് പ്രസന്റ് ചെയ്തത് ഫറവോൻ അല്ല, ഒറ്റ സ്വപ്നമാണ് ലോകരാജ്യങ്ങളിലേക്ക് എത്തിയത്. ഓ, നിസാരമെന്നൊന്നും സ്വപ്നമായിരുന്നു ജോസഫ് കണ്ടത്. കതിരുകളായിരുന്നു സ്വപ്നം. സൂര്യനും ചന്ദ്രനുമായിരുന്നു സ്വപ്നം. അല്ല, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമായിരുന്നു സ്വപ്നം. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എത്രയുള്ളായിരുന്നു? അപ്പനും അമ്മയും എന്നെ ഒന്ന് നമസ്കരിക്കുന്നു എന്നായിരുന്നു. നമുക്കതിനെ വലിയ സീരിയസ് ആയി കാണണം തോന്നത്തില്ല. പക്ഷേ ജോസഫ് അതിനെ സീരിയസ് ആയി കണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ കുണ്ടറയിൽ നിന്ന്, ജയിലിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് പ്രൊമോഷനായി.
ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, നീ കിടക്കുന്ന സ്ഥിതിയിൽ നിന്ന് കൊട്ടാര സദൃശ്യമായ അനുഗ്രഹത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ തരാൻ പോകുന്നു. ഞാൻ ഈ ചർച്ചിനോട് ദൂത് പറയുക, ഈ കാണുന്ന സഭയുടെ നിലവാരത്തിൽ നിന്ന് കൊട്ടാര സദൃശ്യമായ അനുഗ്രഹ സമനമായ ഒരു ആത്മാനുഭവത്തിലേക്ക്, ഭൗതിക അനുഭവത്തിലേക്ക് സഭ ട്രാൻസ്ഫർ ആകാൻ പോകുന്നു. Come on, come on, come on, come on, come on. കുറെ കതിരും കുറെ സൂര്യനെയും ചന്ദ്രനൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാമായിരുന്നു ജോസഫിനെ. പക്ഷെ ജോസഫ് അതിനെ നിസാരവൽക്കരിച്ചില്ല, പകരം അതിനെ സീരിയസ് ആയി കണ്ടു. നിങ്ങളൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജോസഫ് അതിനെ നിസാരവൽക്കരിച്ചില്ല, പകരം അതിനെ സീരിയസ് ആയി കണ്ടു. ഇന്ന് പകൽ ആരെങ്കിലും പറയുമോ, ഞാൻ ഇനി കാണുന്ന സ്വപ്നങ്ങൾ നിസ്സാരമായി കാണത്തില്ല, ഞാൻ അതിനെ എഴുതിയിടും, അതിനെ മെഡിറ്റേറ്റ് ചെയ്യും, വീണ്ടും സ്വപ്നം കാണും, വീണ്ടും ആഗ്രഹിക്കും? ഞാൻ 3 കാര്യങ്ങൾ പറയാൻ പോവാ. ഒരാളുടെ സ്വപ്നം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ മുഴുവൻ സ്വാധീനിച്ചിട്ട് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുകളിലാക്കി. ആമേൻ. ഇന്ന് അമേരിക്ക 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഒറ്റ സ്വപ്ന നിമിത്തം ഇന്ത്യ 1ാം സ്ഥാനത്ത് വരുന്നു എന്ന് ചിന്തിക്കേ. ലോകരാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ മുകളിലായിരുന്നു അന്ന് ഈജിപ്റ്റ്. ഒറ്റ സ്വപ്നമാണ്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ഒരു രാജാവിനെ രാജസിംഹാസനത്തിൽ നിന്ന് താഴ്ത്തിയതും ഒരു സ്വപ്നമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു മനുഷ്യനെ കുഴിയിൽ നിന്ന് രാജസിംഹാസനത്തിൽ എത്തിച്ചതും ഒരു സ്വപ്നമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് ഇടപെടുന്ന സ്വപ്നങ്ങൾ അസാധാരണമാണ്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് കൈ പിടിച്ചിട്ട് മുഖത്ത് നോക്കിയിട്ട് പറ, ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് സ്വപ്നങ്ങൾ. Are you listening to me? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, എന്താണ് സ്വപ്നങ്ങൾ, എന്താണ് ദർശനങ്ങൾ എന്ന് ഉറക്കെ പറഞ്ഞു. എന്താണ് സ്വപ്നങ്ങൾ? ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിൽ ദൈവത്തിന്റെ സ്ഥിരമായ പദ്ധതിയെ, സ്വർഗത്തിൽ ദൈവം സ്ഥിരമാക്കി വെച്ചിരിക്കുന്ന പദ്ധതിയെ ഈ ഭൂമിയിൽ പ്രകടമാക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ്, ചെയ്യുവാൻ പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മളോട് പറയുന്നതാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. നിങ്ങളുടെ ആ വാചകത്തിന്റെ ആദ്യ വാക്ക് മറന്നു പോകരുത്. സ്വർഗത്തിൽ ദൈവം സ്ഥിരമായ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ എക്സിക്യൂഷന് മുമ്പ് താൻ ആരിലൂടെയാണോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അവരോട് അത് പങ്കുവയ്ക്കുന്നതാണ് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. അടുത്തിരിക്കുന്ന ഒരാളെ കൈ കൊടുത്തിട്ട് പറ, നീ ഒത്തിരി വിലയുള്ളത് കൊണ്ട് സ്വർഗം തന്റെ സ്വപ്നത്തെ നിന്നോട് പങ്കുവെച്ചതാ. അപ്പൊ ഒത്തിരി സ്വപ്നം കാണുന്ന ഈ ആളുകൾ, ദൈവത്തിന് ഒത്തിരി ആവശ്യമുണ്ട് ഈ ലോകത്തിൽ അവരെ കൊണ്ട് ചിലത് ചെയ്യിച്ചടിക്കാൻ. Are you listening? So wonderful, so wonderful എന്ന് പറഞ്ഞ ഞാൻ കുറച്ചും കൂടെ വ്യത്യാസമായി പറയാം. സ്വർഗത്തിൽ ദൈവം സ്ഥിരമായി വെച്ചിരിക്കുന്ന പദ്ധതിയെ ആരിലൂടെയാണോ ആ പദ്ധതി ഈ ഭൂമിയിൽ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് കൈ അടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. അഞ്ചലിലെ വർക്ക്ഷോപ്പിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു മാറണം. ആ സമയത്ത് ഞാൻ സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു ദർശനം ഉണ്ടായില്ല എവിടെ ഉണ്ടായെന്ന്. സങ്കടത്തോടെ കിടന്നുറങ്ങിയ ഒരു ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു കുരിശടിയുടെ മുമ്പിലേക്ക്, ഒരു പള്ളിയുടെ കുരിശടിയുടെ മുമ്പിലേക്ക് ഒരു റോഡ് വന്നു ചേരുന്നു. ആ റോഡിന്റെ വലതുവശത്താണ് ചർച്ചിന്റെ സ്ഥലമെന്ന്. ഞാൻ അഞ്ചലിലുള്ള എല്ലാ കുരിശടിയും പോയി നോക്കി. പോയ കുരിശടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു റോഡുണ്ട്, പക്ഷെ സ്ഥലമില്ല. സ്ഥലം കണ്ടത് എനിക്ക് മനസ്സിലായി, ഏകദേശം 5 ഏക്കറോളം ഉള്ള സ്ഥലമാണ്. അന്ന് രാത്രി വീണ്ടും വളരെ പ്രാർത്ഥനയോടെ ഞാൻ നടക്കുന്ന വഴിയിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇപ്പോൾ ഉള്ള ചർച്ചിന് മുമ്പിലുള്ള കുരിശടി മനസ്സിലായി. പെട്ടെന്ന് എനിക്ക് കർത്താവിനോട് പറഞ്ഞു, ജോണെ അവിടെ ഒരു വഴി വരും. 25 കൊല്ലങ്ങൾക്ക് മുമ്പ്, 20 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് അഞ്ചലിൽ ബൈപ്പാസ് എന്ന ചിന്തയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹല്ലേലൂയ പറയാം. പഞ്ചായത്തിന് പോലും ബൈപ്പാസിനെ കുറിച്ച് ചിന്തയില്ല. ഇപ്പൊ നിങ്ങൾ അഞ്ചലിൽ വന്ന് നോക്കുക, അഞ്ചൽ ടൗണിലേക്ക് വണ്ടി പോകത്തില്ല, നേരെ ബൈപ്പാസിൽ വന്ന് ആ കുരിശിന്റെ മുമ്പിൽ പോയി നിൽക്കും.
ഞാൻ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കാര്യം കണ്ടത് ഇന്ന് ശരിയായെങ്കിൽ അതിനോടൊപ്പം ചിലത് ഞാൻ അഞ്ജലിൽ കണ്ടിട്ടുണ്ട്. അതും ശരിയാകാൻ വിശ്വസ്തനാണ് ദൈവം. ആരെങ്കിലും എന്റെ ഒപ്പം എത്തിയ ഒരു നല്ല ആമേൻ പറ. ഞാൻ വളരെ റയറായിട്ട് സ്വപ്നങ്ങൾ കാണാറുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഞാൻ സ്ഥിരമായി ഇപ്പൊ സ്വപ്നം കാണും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകരത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് പകൽ സീരിയസ്ലി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സ്വപ്നങ്ങളുടെ ഒരു ഇംപാർട്ടേഷൻ വ്യക്തികളിൽ ഉണ്ടാകും. ദർശനങ്ങളുടെ ഒരു ഇംപാർട്ടേഷൻ വ്യക്തികളിൽ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ മടങ്ങി പോകുന്നത് ഈ രാത്രി മുതൽ അസാധാരണമായ ദർശനങ്ങൾ കാണുന്ന, സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളായിട്ട് ഇന്ന് പകൽ നിങ്ങൾ മടങ്ങി പോകാൻ പോകുന്നു. Receive your supernatural blessing. Hallelujah. Now. Now. Yes, Lord. Now. Receive it now. Amen. Shariado Hoshabahaso. Rasalabahaso. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയ ഒരു നല്ല ആമീൻ പറ. ഒന്ന് പറഞ്ഞേ. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ ഈ ഭൂമിയിൽ നടപ്പാക്കണേക്കാൾ മുമ്പ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ. ആർക്കാണോ ദൈവം വെളിപ്പെടുത്തി തരുന്നത് അവരിലൂടെയാണ് അത് ദൈവം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. We are so privileged people. We are extraordinary. നമ്മൾ സാധാരണക്കാരല്ല. സ്വപ്നങ്ങൾ കാണുന്നവർ സാധാരണക്കാരല്ല. ദർശനങ്ങൾ കാണുന്നവർ സാധാരണക്കാരല്ല. നീ ഒരു പക്ഷെ കിടക്കുന്ന വീട് സാധാരണമായിരിക്കാം, നീ താമസിക്കുന്ന ഇടം സാധാരണമായിരിക്കാം, പക്ഷെ നീ സാധാരണക്കാരനല്ല. കാരണം സ്വപ്നങ്ങൾ ദൈവത്തിന്റെ സന്ദർശനങ്ങളാണ്. എനിക്ക് കുറച്ചേരം ആരാധിക്കാനാ തോന്നുന്നത്. വ്യക്തികളിൽ ആ ശക്തി വ്യാപരിക്കട്ടെ, ആ നിറവ് വ്യാപരിക്കട്ടെ, ആ അഭിഷേകം വ്യാപരിക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ഒരു കാര്യം നടപ്പാക്കണേക്കാൾ മുമ്പ് നിന്നോട് സംസാരിച്ച മുഖാന്തരമായിരുന്നു സ്വപ്നങ്ങളെങ്കിൽ ദൈവത്തിന് എത്രത്തോളം ആ സ്വപ്നങ്ങളിലൂടെ ഭൂമിയിൽ നടപ്പാക്കേണ്ട പദ്ധതിയിൽ നിന്നെ ചേർക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചിന്തിച്ചാൽ അതിന്റെ വലിപ്പം നിനക്ക് മനസ്സിലാകും. ഭയങ്കരമാണ്, ഭയങ്കരമാണ്, ഭയങ്കരമാണ്. We are so privileged people. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ അസാധാരണമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ പകൽ നിങ്ങൾ അതിലേക്ക് കടന്നു വരണം. ഈ പകൽ അതിലേക്ക് നിങ്ങൾ കയറി വരണം. ഈ പകൽ മുതൽ നിങ്ങൾ അത് അനുഭവിക്കണം. ഈ പകൽ മുതൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. ആമേൻ. സ്വപ്നം ദൈവത്തിൽ നിന്ന് ഉള്ളതാണ്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ആ ദൈവിക ഉദ്ദേശത്തെ, ദൈവിക പദ്ധതിയെ അത് ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ വേണ്ടി കർത്താവ് എന്നോട് സംസാരിക്കുന്നതാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. സ്വപ്നങ്ങളിലൂടെ പലപ്പോഴും കർത്താവ് നമ്മളോട് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ ലൈഫിലും ചിലരും കൂടെ ആ അഭിഷേകത്തിലേക്ക്, ആ പകർച്ചയിലേക്ക് വരട്ടെ. ആ വലിയ ബ്ലെസ്സിങ്ങിലേക്ക് വരട്ടെ. ദൈവശബ്ദം അനുഭവിക്കുകയും കേൾക്കുകയും കഴിയാവുന്ന ആ വലിയ ആത്മീയ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുവരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ ബ്രദറിന്റെ പേര് അജയ് ഘോഷ് എന്നാണ്. വാരാപ്പുഴ, എറണാകുളത്തു നിന്നാണ് വരുന്നത്. വാരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്, എറണാകുളം. ഓക്കെ. പണി സൈറ്റിൽ വെച്ച് ഈ ബ്രദർ വീണപ്പം കാലിന്റെ ഉപ്പൂറ്റിയുടെ എല്ല് പൊട്ടി. കാലിന്റെ ഉപ്പൂറ്റിയുടെ എല്ല് പൊട്ടിപ്പോയി. അത് മൊട്ടത്തോട് പോലെ പൊട്ടിപ്പോയെന്നാണ് ഈ ബ്രദർ പറയുന്നത്. ബ്രദർ എന്ന് പറഞ്ഞ എങ്ങനെ, എന്ത് സംഭവിച്ചു? ഡോക്ടർ എക്സ്ട്രാ നോക്കിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, മൊട്ടത്തോണ്ട് പൊട്ടിപ്പോയി. അത് ബ്രദർ എവിടുന്ന് വീണത്, എന്താ സംഭവം? തേക്കാൻ വേണ്ടി നിലയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രദർ മേസ്തിരി പണി ചെയ്യുന്നയാളാണ്. മേളിൽ നിന്ന്, തട്ടിൽ നിന്ന് തറ വീണതാ? കാല് കുത്തിയ വീണത്, അല്ലാതെ പുറപിടിച്ചോ മുഖപിടിച്ചോ? നേരെ കുത്തി വീണു. ഓക്കെ. ആ കാലിന്റെ അടിവശം പൊട്ടിപ്പോയി, പൊട്ടത്തൊണ്ട് പോലെ പൊട്ടിപ്പോയി. ഓക്കെ. പൊട്ടിപ്പോയി. എന്നിട്ട് എങ്ങനെയാ? ഡോക്ടർ പറഞ്ഞ അപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞത്. ഓക്കെ. ഓക്കെ, പറഞ്ഞേട്ടെ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 50,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ബ്രദർ ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ദൈവരാജ്യത്തിലാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ബ്രദർ നമ്മുടെ പ്രയറിലോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത നിമിഷം വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ പോയി എക്സ്റേ എടുത്തപ്പോൾ ആ പൊട്ടിയ എല്ലും കൂടിയിരിക്കുന്നതായിട്ടാണ് ഈ ബ്രദർ കാണുന്നത്. ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്ന് എഴുന്നേറ്റ് ഒന്നൊരു കൈയടി കൊടുത്ത കർത്താവിന്.
ഇത് കേട്ട മാനിപ്പുലേറ്റഡ് അല്ല എന്ന് ആരും പറയത്തില്ല. ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടേ തോന്നത്തുള്ളൂ. ഇതാരോ ഉണ്ടാക്കിയതാണ്, കാശ് കൊടുത്ത് പറഞ്ഞു ഒപ്പിച്ച കാര്യമാണ്. ബ്രദറെ, ഞങ്ങൾ കാശ് തന്നോ? വേറെ എന്തെങ്കിലും സൂത്രമാണോ ബ്രദർ ഈ വന്ന് പറയുന്നത്? ഇത്രയും വലിയ കള്ളം പറയാൻ പറ്റുമോ? ഇത്രയും വലിയ കള്ളം പറയാൻ പാടുണ്ടോ? ഒരു കള്ളമില്ല. ഇത് എടപ്പള്ളി ഹോസ്പിറ്റലാണ് ഞാൻ കൊണ്ടുവന്നത്. എക്സ്റേ കയ്യിലുണ്ടോ? എക്സ്റേ വീട്ടിലിരിപ്പുണ്ട്. ആ എക്സ്റേ ഒന്ന് കൊണ്ട് കാണിക്കണം. കാരണം ഇത് വിശ്വസിക്കാൻ നമ്മുടെ തലയ്ക്ക് പറ്റുന്ന കാര്യമല്ല. നിങ്ങളെന്താ കൈയടിക്കാത്ത? സത്യത്തിൽ ഇത് നടന്നതാണ് എങ്കിൽ ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ കരമല്ലാതെ മറ്റാരുമല്ല. ഇത് അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്തിട്ട് വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യുന്നു പറഞ്ഞു. അത്ഭുതങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല, അടയാളങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. ഇത് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായതല്ല, പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായതല്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ടായതല്ല, താൻ വിശ്വസിച്ചപ്പോൾ ഉണ്ടായതാണ്. സിസ്റ്ററിന്റെ പേര് ഫിലോമിന, കോലഞ്ചേരിയിൽ നിന്നും കടന്നു വരുന്നു. കോലഞ്ചേരിയാണ്. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ചെവിക്ക് അസാധാരണമായ വേദനയായിരുന്നു. വേദന വരുമ്പോൾ സിസ്റ്റർ പറയുന്നത് ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസത്തെ നമ്മുടെ പബ്ലിക് മീറ്റിംഗിൽ കടന്നു വന്നു. ചെവി വേദന പ്രാർത്ഥിക്കാനല്ല വന്നത്, സാധാ വരുന്നത് പോലെ വന്നതാ. പക്ഷെ ബ്രദർ ചെവി വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുന്നിലേക്ക് വിളിച്ചു. ആ സമയത്ത് സിസ്റ്റർ നോക്കിയപ്പോൾ വേദനയൊന്നും പോയിട്ടില്ലായിരുന്നു. വീട്ടിൽ കടന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും ചെവി വേദന വരുന്നില്ലല്ലോ എന്ന് നോക്കി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഇന്ന് വരെയും ആ വേദന വന്നിട്ടില്ലെന്നാണ് ബ്രദർ. ചെവി ശരിയായി, ചെവി ശരിയായി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സിസ്റ്ററിന്റെ വയറ്റിലൊന്ന് കൈവച്ചേ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ആഹാരത്തോടുള്ള ബന്ധത്തിലെ ചില ഇഷ്യൂസ് ഉണ്ട്. അസിഡിറ്റിക് ഫോർമേഷൻ ഉണ്ട്. അതിങ്ങനെ പൊളിച്ചു തേട്ടുവേ, അത് വയറ്റരിച്ചിൽ വരാം. പക്ഷെ ഇന്ന് പകല് ആ വയറ്റിനകത്തുള്ള അസ്വസ്ഥതകൾ മാറാൻ പോവാം. യേശു നിങ്ങൾക്കൊരു സൗഖ്യം തരാൻ പോവാം. നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ കുറച്ച് ഫാറ്റി ആയ ലിവർ കാണാവേ, ഗ്രേഡ് 2. അപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്ന ദൂത് ശ്രദ്ധിച്ചോണേ. അടുത്ത മാസം വരുമ്പോഴേക്കും ഒന്നും കൂടെ സ്കാൻ ചെയ്യണം. നമ്മളതിന് ഗ്രേഡൊന്നും ഇല്ലാതാക്കുക. നിങ്ങളൊരു നല്ല ഹാമിയും പറയാത്ത എന്താ? എനിക്ക് ഈ സിസ്റ്ററിന്റെ ലിവർ ഫംഗ്ഷനെ ദൈവം സൗഖ്യമാക്കുന്നത് കാണാം, ക്ലിയർ ആയിട്ട് കാണാം. ആമേൻ. ഈ സിസ്റ്ററിന് അതുകൊണ്ട് പുളിച്ചു തേട്ടിൽ വരും, ഈ സൈഡിലും മസിൽ പിടിക്കും, ഈ സൈഡിൽ വേദന വരും, ഒരു ഭാരം ഇരിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ അത് തീരും. നിങ്ങൾ എന്താ കൈ അടിക്കാത്ത? ഒന്ന് ആർത്ത് വിളിക്കാവോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് എൻ്റെ യേശു തൊട്ടാൽ മതി എന്ന് പറ. എൻ്റെ യേശു തൊട്ടാൽ മതി എന്ന് പറ. യേശു തൊട്ടാൽ മതി എന്ന് പറ. വണ്ടർഫുൾ ജീസസ്. കർത്താവേ, ഞാൻ ഈ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ അത്ഭുത സൗഖ്യം ഈ ശരീരത്തിന്റെ മേൽ വരട്ടെ. അങ്ങയുടെ അത്ഭുത സൗഖ്യം ഈ ശരീരത്തിന്റെ മേൽ വരട്ടെ. അങ്ങയുടെ അത്ഭുത സൗഖ്യം ഈ ശരീരത്തിന്റെ മേൽ വരട്ടെ. റൈറ്റ് നൗ ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂൺ 16 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ജൂൺ 23 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. ദൈവത്തിന് എന്നോടുള്ള സ്നേഹവും കരുണയും എത്ര വലുതാണ്. നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തെയും അതിനെ മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് കഴിയും. അവൻ എന്നോട് സംസാരിക്കുന്ന അവൻ്റെ ശബ്ദത്തിന് കഴിയും. ഞാൻ അനുഭവിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കഴിയും. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് മാറ്റട്ടെ. നിങ്ങളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയട്ടെ. കർത്താവെ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്.
താങ്ക് യു ജീസസ്. കർത്താവേ, അപ്പോൾ ആ പ്രത്യേകിച്ച് രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ഐ മീൻ എനിക്കൊരു ഒരു അമ്മയെ കാണാം. അമ്മ ഹോട്ടൽ ജോലിയോ മറ്റോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അമ്മയുടെ ഹിപ്പിന് മുകൾ വശത്തായിട്ട് നല്ല വേദനയുണ്ട്. ആ വേദനയിൽ ഭാരത്തോടാണ് ആയിരിക്കുന്നത്. ഐ മീൻ തനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആ വേദന തന്നെ അസഹ്യപ്പെടുത്തുന്നുണ്ട്. ആ അമ്മയെ കർത്താവ് തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ അമ്മ ഒരു മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ആ ശരീരത്തിലായിരിക്കുന്ന ഹിപ്പിന് മുകളിലായിരിക്കുന്ന എല്ലാ വേദനകളും മാറിപ്പോകട്ടെ അപ്പാ. കർത്താവിൻ്റെ കരം ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ചലിക്കട്ടെ അപ്പാ. സൗഖ്യമുണ്ടാകട്ടെ അപ്പാ, സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതോടൊപ്പം കർത്താവിനെ കാണിക്കുക, നല്ല തെളിഞ്ഞ മഞ്ഞ കളറിലെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. ഹല്ലേലൂയ. ഐ മീൻ താങ്ക് യു ജീസസ്. ഒരു ടീനേജ് വ്യക്തിയാണ്. ഐ മീൻ കർത്താവ് ആ വ്യക്തിയെ തൊടുകയാണ്. കർത്താവെ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രമപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഐ മീൻ 36 എന്ന അക്കത്തോട് ബന്ധിക്കപ്പെട്ട ഒരു ഫോൺ നമ്പറുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ നമ്പറാണ് 36. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കുകയാണ്. ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ഐ മീൻ കർത്താവിൻ്റെ കരുതൽ നിങ്ങളുടെ മേൽ വരികയാണ്. അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവിക ഉദ്ദേശം ഇവരുടെ ലൈഫിൽ ഉളവാകട്ടെ, അത് നിറവേറട്ടെ അപ്പാ. നന്ദി പറയുന്നു സ്വർഗീയ പിതാവേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നിറവിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.